എന്ത് വേണം എന്ന് ശക്തമായി ആഗ്രഹിക്കാനും അത് നടക്കുന്നത് വരെ പരിശ്രമിക്കാനും സാധിക്കണം. നിങ്ങൾക്ക് കാല് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ നിങ്ങൾ ആരെങ്കിലും കാല് പിടിച്ചിട്ടുണ്ടോ? കാര്യം സാധിക്കാൻ കൈയോണ്ട് പിടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരാളുണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പേ എൻ്റെ കടയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഒരുപാട് വർഷം മുമ്പാണ് 5 ലക്ഷം രൂപ ഫൈൻ ഇട്ടു. അന്നത്തെ 5 ലക്ഷത്തിന് 5 കോടിയാണ്. ഈ കച്ചവടമൊന്നും നന്നാക്കി എടുക്കുന്ന നേരത്താണ് ഈ പണി വരുന്നത്. അങ്ങനെ ഞാൻ ഓഫീസിൽ കാണാൻ ചെന്നു. സാറേ ഒന്ന് കുറച്ച് നേരം പണി ഏറ്റവും അടിച്ചു വെച്ചിട്ട് പറഞ്ഞു ചീത്ത പറഞ്ഞ് പുറത്താക്കി. വീട്ടിൽ പോയി നോക്കി, അവിടെ നിന്നും ചീത്ത പറഞ്ഞ് പുറത്താക്കി. ഇയാൾക്ക് കൈക്കൂലി വാങ്ങില്ല, കള്ളും വാങ്ങില്ല, ഒന്നും വേണ്ട. ഭയങ്കര ഒരു മൂരാച്ചി ഓഫീസറാണ്. വീട്ടിൽ 3 പ്രാവശ്യം പോയി, 4 പ്രാവശ്യം പോയി. ഓരോ പ്രാവശ്യം കെട്ടൗട്ട് അടിച്ചു. നാളെ ഇല്ലാണ്ട് 5-ാമത്തെ പ്രാവശ്യം 6-ാമത്തെ പ്രാവശ്യം പോകും. ഞാൻ വീട്ടിൽ നിൽക്കാം. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന ഞാൻ ചെയ്ത കാര്യങ്ങളാ, വായിച്ചു പഠിച്ചതല്ല, കഥകളല്ല, പഠിപ്പിക്കുകയല്ല. ഒരു ടിസ്റ്റ് മാറിയാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ കഥ മാറും. ചെയ്ത കാര്യങ്ങൾ പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചോട്ടെ. എനിക്ക് ചെയ്യാമെങ്കിൽ നിനക്ക് ചെയ്യാമോ? നിങ്ങൾക്ക് ചെയ്യാമോ? ഞാൻ വീണ്ടും ഇങ്ങനെ നിൽക്കുക. നാളിയാണ് അന്ന് ഒരു സംഭവം ഉണ്ടായി. ഭാര്യ മാലുണ്ട്, ഓഫീസറല്ല. സാറിന്റെ വണ്ടിയോട് കെടുക്കണോണ്ട് സംഭവം ആ മോനെ കയറി ഒരു ചായ ഇട്ടുണ്ട്. ചായ ഇറങ്ങണ്ടേ, കാരണം ഈ മൂരാഴ്ച എപ്പോഴും വരാതെ അതിന്റെ അടുത്തുണ്ടോ സാറിപ്പോ വരും. തല തോർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് വരിക. സാർ എന്നെ കണ്ട വഴിക്ക് ഞെട്ടി. ചായ കുടിച്ച് അകത്തിരിക്കുന്ന തട്ടി എന്താ അപ്പൊ ഭാര്യ കുണുകുണു വിളിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. എന്തോ കുണുകുണു പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 10-20 മിനിറ്റ് ഞാൻ ഡ്രസ്സൊക്കെ കാണുമ്പോൾ അവിടെ ഇരുന്നു. ഇച്ചിരി ഗൗരവമുണ്ട്, എന്നാലും ഇതിൽ മാറ്റമുണ്ട്. ഞാൻ ഊഹിക്കുന്നു ആ പാവച്ചക്കൻ ചെറുപ്പക്കാരൻ ബിസിനസ് തുടങ്ങി എന്തെങ്കിലും പറഞ്ഞു കാണും. ഇത്രയും പ്രാവശ്യം വന്നില്ലേ, ആർക്കായാലും ഒരു വല്ലാത്തൊരിത് തോന്നില്ല. ആ പെണ്ണിന് സഹതാപം തോന്നി അല്ലേ? ആ ഓഫീസിലേക്ക് വാ. അപ്പോൾ എനിക്ക് സംശയം കൊല്ലാനാണോ വളർത്താനാണോ ചെന്നു. ആ ഇരിക്കും, എനിക്ക് മനസ്സിലായി. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് എൻ്റെ 5 ലക്ഷം ഒരു 50,000 രൂപയാക്കി തന്നു. ഇവിടെ 50,000 അല്ല. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം ചെയ്തിരുന്നു. ഞാൻ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞല്ലോ, കൊല്ലാനാണോന്ന് അറിയില്ലല്ലോ. സാറെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കാലുമ പിടിച്ച്, കൈ കൊണ്ട് ഞാൻ കാലിൽ പിടിച്ചു. എന്തേ കാണിക്കണേ, വിട്. കൈ കൊണ്ട് ഞാൻ പിടിച്ചു. നിങ്ങൾ കാലുമ പിടിച്ചിട്ടുണ്ടോ? കാല് പിടിക്കാൻ പറഞ്ഞു കേട്ടിട്ടല്ലോ താന്ന് പറയാം. കൈ കൊണ്ട് ഞാൻ പിടിച്ചു. എന്റെ കാര്യം നടക്കണം. മനസ്സിലായി? ഞാൻ നേടി. ആ സമയത്ത് അത് വലിയ കാശാണ്. മനസ്സിലായോ? അപ്പോ ഏത് ഭീകരന്റെ അടുത്തും, ബില്ലാദനായാലും ചാർശോകരാജായാലും വീരപ്പനായാലും ഏത് വലിയ വീരപ്പനാണെങ്കിലും 5, 10, 15 പ്രാവശ്യം ചെന്ന് കൈ കാണിച്ചാൽ തരോ? അലിയോ അല്ലേ? എന്താ കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് അവിടെ. ആള് ഭീകരനാവാം, കൊലപാതകയാവാം. 10 പ്രാവശ്യം ചെല്ലുമ്പോ ഇയാൾ എന്തൊരു മനുഷ്യനാണ്, അയാൾക്ക് കുറ്റബോധം തോന്നോ? ഞാൻ എന്തൊരു മനുഷ്യനാ. 10 പ്രാവശ്യം വന്നിട്ട് ഒരു 500 രൂപ കൊടുത്തില്ല അല്ലേ? തോന്നില്ലയോ? ഈ സൈക്കോളജി എനിക്ക് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഫോളോ പഠിച്ചു അല്ലേ? അതുകൊണ്ട് വീണ്ടും പോകും. എന്നെ പോലെ പോവാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു. ഇപ്പോൾ എന്നിൽ നിന്ന് ഈ അറിവ് കിട്ടിയവർക്ക് ചിലപ്പോ അപകർഷതാബോധം മാറി